രാജ്യതലസ്ഥാനത്തെ നടുക്കിയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 8 പേരാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹരിയാന രജിസ്ട്രേഷനിലുള്ള i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. ഈ വാഹനം ഓടിച്ചത് പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ നബിയാണെന്നതാണ് സൂചന. ഇയാളുടെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു. വിശദമായി നോക്കാം. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, അന്വേഷണ ഏജൻസികൾ പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ ചടുലമായ അന്വേഷണം നടക്കുന്നു എന്നാണ് നിലവിലുള്ള നീക്കത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അമിത്ഷാ ഓരോ സാഹചര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ അത് അതീവ ജാഗ്രതയിലാണെന്ന് രാജ്യത്തിന് തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. നിലവിലുള്ള നിഗമനങ്ങൾ, ഇതുവരെയുള്ള നിഗമനങ്ങൾ അതെങ്ങനെയാണ്? ഭീകരാക്രമണത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ആവശ്യമുണ്ടോ? അത്തരമൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സജിത്ത്, ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകളെല്ലാം നയിക്കുന്നത് ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവണം. അത് ഒരുപക്ഷെ 11 മണിക്ക് അന്വേഷണ ഏജൻസികളും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുക. അതിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കും. അതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഇന്നലെ സ്ഫോടനത്തിനിടയാക്കിയ കാറ് ഓടിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇയാളുടെ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ സഹോദരങ്ങളെയും അമ്മയെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അവർ ഇതിൻ്റെ പിന്നിൽ, ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ അത്തരത്തിൽ ചില ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല UAPA കേസ് വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല NIA അന്വേഷണത്തിലുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികളെല്ലാം ഈ അന്വേഷണത്തിലുണ്ട്. മാത്രമല്ല ഡൽഹിയിലെ ഈ സ്ഫോടനം നടന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല രാജ്യത്തെ വിവിധയിടങ്ങളിൽ അതീവ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭീകരാക്രമണമാണെന്നുള്ള കാര്യത്തിലേക്കാണ് സൂചനകൾ നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമേ ഇനി വരാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതുന്ന പോലെയാണെങ്കിൽ, വരുന്ന വിവരങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇതൊരു ഭീകരാക്രമണമായി തന്നെ നമുക്ക് കണക്കാക്കാം. മാത്രമല്ല ഈ മുഹമ്മദ് മുസമ്മൽ ഗനയിൽ എന്ന് പറയുന്ന ആളുണ്ട്. ഇയാളെയാണ് ഇന്നലെ ഫരീദാബാദിൽ നിന്ന് ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് 2560 കിലോ അമോണിയം നൈട്രേറ്റും അതുമായി ബന്ധപ്പെട്ട് ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സാധനങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ പിടികൂടുന്നത്. അവരുടെ വാഹനത്തിൽ നിന്ന് AK കുർണിക്കോവ് എന്ന് പറയുന്ന ഒരു റൈഫിൾ കണ്ടുപിടിക്കുന്നു. അവരുടെ പിസ്റ്റളും 2 കാട്രിഡ്ജും അതുപോലെ തിരനിറച്ച പിസ്റ്റളൊക്കെ കണ്ടെടുക്കുന്നു. അതിനുശേഷമാണ് ഈ രണ്ടുപേരും പിടിയിലായതോടുകൂടി ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഉമർ നബി എന്ന് പറയുന്ന ഭീകരൻ ഡോക്ടറാണ്. അയാൾ പാനിക് ആവുകയും അവർ വലിയ രീതിയിലൊരു പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പിടിയിലായതോടുകൂടി പാനിക് ആയിട്ടാണ് ഇത്തരത്തിൽ വളരെ വേഗം ഒരു ആക്രമണം നടത്താമെന്ന് വിചാരിക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇവർ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന തിരക്കേറിയ ഒരു സ്ഥലമാണ് ഇവർ ഒരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ അതിന് അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. കാരണം അത് പോലീസിന്റെ ഇടപെടൽ കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അയാൾ ഈ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനിരുന്നത് ഉപേക്ഷിച്ച്. പക്ഷേ 3 മണിക്കൂറോളം റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ ഇയാൾ ഈ വാഹനം നിർത്തിയിട്ടിരുന്നത് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിന് അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു മെട്രോ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ 3 മണിക്കൂറോളം സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ കാർ നിർത്തിയിട്ടിരുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതിന് അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഇത് ഇപ്പോഴത്തെ ഈ പ്രശ്നം കഴിഞ്ഞത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശേഷം പോലീസ് ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്നുള്ളത് കൃത്യമാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അതിൽ പാവപ്പെട്ട നിരാലംബരായ 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടവരിൽ ഈ ഉമർ നബിയുടെ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുടെ DNA പരിശോധന നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതൊരു ഇപ്പോൾ ഈ ആസൂത്രണം നടത്തിയെന്ന് പറയപ്പെടുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളുടെ മൃതദേഹവും ആ കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഇതൊരു ചാവേർ ആക്രമണം എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാം സജിത്ത്. അങ്ങനെ ഇതിന് പിന്നിൽ ഈ മുഹമ്മദ് ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൂടെ വ്യക്തത വരുന്നാൽ നമുക്ക് ഇതിലേക്ക്
കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ വെളിവാകും. എന്തായാലും നിലവിൽ ഈ 3 പേരല്ലാതെ മറ്റു 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. അതായത് ഉമർ നബി എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ നമുക്ക് വ്യക്തതയില്ല. ഇയാൾ ഒരു പ്രധാനപ്പെട്ട ആസൂത്രകൻ. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മുസമ്മൽ ഗനയിൽ എന്ന് പറയുന്ന ആൾ, അതുപോലെ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, അതുപോലെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്ന ഒരു മുഹീദ്ദീനുണ്ട്, അതുപോലെ മറ്റൊരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ അദീൽ റാത്തർ എന്ന് പറയുന്ന ആളുണ്ട്. ഇങ്ങനെ 5 ഡോക്ടർമാരാണ് ഇതിൽ ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ള തരത്തിലേക്ക് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരാൾ താരിഖ് എന്ന് പറയുന്ന ഒരാൾ പുൽവാമയിൽ പിടിയിലായിരിക്കുന്നു. ഇയാളാണ് അവസാനമായി, അതായത് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരുന്ന i20 വെള്ള i20 കാർ, ഹരിയാന രജിസ്ട്രേഷൻ കാർ, 4 പേർ കൈമറിഞ്ഞു വന്ന വാഹനം ാണ് ആ കാർ അവസാനമായി വാങ്ങിച്ചത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ താരിഖാണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ കാർ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ച രേഖകളെല്ലാം വ്യാജമാണെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. അതായത് ഈ കാർ ഇവർ വാങ്ങിച്ചത് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമ്പോൾ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇതൊരു CNG കാർ ബ്ലാസ്റ്റ് ആണ്, ഒരു സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ കാറിന്റെ ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. കാറിന്റെ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നുണ്ട്. അതൊരു 2013 മോഡൽ ഹ്യുണ്ടായി i20 കാറാണ്. അതൊരു CNG അല്ല, അതൊരു പെട്രോളോ ഡീസലോ ആയിട്ടുള്ള വാഹനമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു CNG കാർ ബ്ലാസ്റ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ബ്ലാസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണം മറ്റെന്തോ ആണ്. അതിൽ സ്ഫോടക വസ്തുക്കൾ ഇന്നലെ ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഫോറൻസിക് തെളിവുകൾ പ്രകാരം അതിൽ IED പോലുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരങ്ങൾ, അതിൻ്റെ മറ്റ് അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. NIA അടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തി ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ സാമ്പിളുകളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഉമർ നബി എന്ന് പറയുന്ന ആളുടെ സഹോദരങ്ങളെയും അമ്മയും അടക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല മുഹീദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വിവരങ്ങളും, മുഹീദ്ദീൻ എന്ന് പറയുന്ന ആളെ ഗുജറാത്തിൽ നിന്ന് പിടികൂടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ രാജ്യത്തുടനീളം പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ്. ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടക്കുന്നു, ഹരിയാനയിൽ നിന്ന് ശേഖരങ്ങൾ കണ്ടുപിടിക്കുന്നു, ഗുജറാത്തിൽ നിന്ന് അതിൻ്റെ കൂട്ടാളിയെ പിടികൂടുന്നു, പുൽവാമ സ്വദേശിയാണ്, അതിൻ്റെ ജമ്മുവിലെ പുൽവാമയിലുള്ള ആളാണ് കാർ വാങ്ങിച്ചത്. അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എല്ലാം ഇതിൻ്റെ കണ്ണികൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു വലിയ ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. സജിത്ത്, അഭിലാഷ്, 11 മണിക്കത്തെ യോഗം നിർണായകമാണല്ലോ. കാരണം ഇന്നലെ ആഭ്യന്തരമന്ത്രി ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നു, ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലാരെ അങ്ങനെ സൂചനകളൊന്നും അദ്ദേഹം പങ്കുവച്ചില്ല, അന്വേഷണം നടക്കുന്നു എന്ന നിലപാടിലായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കിപ്പുറം 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഇതിന്റെ സൂത്രധാരം ആരൊക്കെയാണ്, എന്താണ് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന, ഒപ്പം ഭീകരാക്രമണം തന്നെയായിരുന്നു എന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അതിനുശേഷം നമുക്ക് പ്രതീക്ഷിക്കണോ? സജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. കാരണം അമിത്ഷാ ഇന്നലെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിന് അവിടുന്ന് തന്നെ ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം ഇന്ന് NIA അടക്കമുള്ള സംഘം, ഡൽഹി പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇന്ന് അമിത്ഷായെ നേരിട്ട് കാണും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥിരീകരണം നടത്തുകയുള്ളൂ. കാരണം ഇതൊരു അതിസങ്കീർണമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ എടുത്തടിച്ചതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത്രയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഉത്തരവാദിത്തമില്ലാതെ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉമറിൻ്റെ അമ്മയും സഹോദരങ്ങളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഉമറിൻ്റെ അമ്മയോട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് താൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്, അതുകൊണ്ട് ഇനി തന്നെ അങ്ങോട്ട് അടുത്ത് കുറച്ച് ദിവസത്തേക്ക് തന്നെ മൊബൈലിൽ ഫോൺ വിളിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ള വിവരം കൂടി ഉമറിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഉമർ നബി എന്ന് പറയുന്ന നമ്മൾ
നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആൾ, ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാളുടെ അമ്മയുടെ മൊഴി നമുക്ക് അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തണം എന്ന് താൻ തീരുമാനിച്ചുറപ്പിച്ചു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഒരുപക്ഷെ തിങ്കളാഴ്ച ഇന്നലെ രാത്രി നടക്കുന്ന ഈ ഒരു ആക്രമണമല്ല, ഇതിന് പകരം മറ്റെന്തോ അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം, ചെയ്യുമെന്ന് പദ്ധതി ഇട്ടിരുന്നിരിക്കാം. പക്ഷേ പോലീസിൻ്റെ ഇടപെടൽ അവർക്ക് അത്രയും വലിയ രീതിയിലുള്ള ഒരു വലിയ ആക്രമണം നടത്താൻ സാധിക്കാതെ വന്നു. എന്തായാലും അമ്മയോട് പറഞ്ഞത്, അതായത് ഇത്തരത്തിൽ താൻ പഠിക്കാൻ പോവുകയാണ്, തനിക്ക് പഠിക്കുന്നതിൻ്റെ തിരക്കുണ്ടോ, അതുകൊണ്ട് തന്നെ ഫോണിൽ വിളിക്കരുത് എന്ന് അമ്മയോട് പറഞ്ഞതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഈ ഉമർ എന്ന് പറയുന്നത് ഖ്വിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പുൽവാമയിൽ MBBS പൂർത്തിയാക്കി അതിനുശേഷം ശ്രീനഗറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ MBBS പൂർത്തിയാക്കുന്നത്. അതിനുശേഷം സീനിയർ റെസിഡൻറ്റ് ഡോക്ടറായിട്ട് അനന്തനാഗിൽ ജോലി ചെയ്തു. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അൽഫല എന്ന് പറയുന്ന കോളേജിൽ, ഫരീദാബാദിൽ അൽഫല എന്ന് പറയുന്ന കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ. ഇയാളാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം രാജ്യത്ത് നടപ്പിലാക്കാൻ പദ്ധതിയിട്ടത് എന്നുള്ളതാണ്. ഇതിൻ്റെ മുഖ്യ കണ്ണി ഇയാളാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ തെളിവുകളാണ് അയാളുടെ കുടുംബത്തെ പോലീസ് പിടിച്ച് മൊഴിയെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് 2 സഹോദരങ്ങളുണ്ട്. അമീർ ആൻഡ് ഉമർ. ഇവർ ചെറിയ ജോലികൾ ചെയ്തു വരുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ താരിഖ് അഹമ്മദ്, അമീർ റാഷിദ്, ഉമർ റാഷിദ്, ഷമീമ ബെനോ. ഉമറിൻ്റെ അമ്മയുടെ പേരാണ് ഷമീമ ബാനോ. അതുപോലെ ഈ ഉമറിൻ്റെ സഹോദരൻ്റെ പേരാണ് ആഷിഖ് നബി, അതുപോലെ സഹൂർ നബി. അപ്പോൾ ഇവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഭീകരൻ്റെ അമ്മ ഷമീന ബാനോ, അതുപോലെ അവരുടെ സഹോദരനായിട്ടുള്ള ഉമറിൻ്റെ സഹോദരനായിട്ടുള്ള ആഷിഖ് നബി, സഹൂർ നബി എന്നിവർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നമുക്കറിയാം ഒരു ഡോക്ടറാണ്, ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ഒരു ഹീനമായ ഒരു ആക്രമണം രാജ്യ തലസ്ഥാനത്ത് നടത്താൻ പദ്ധതിയിട്ടത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഡോക്ടർമാർ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന, വളരെ ആയിട്ടുള്ള ഡിഗ്നിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടർമാരെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഡിഗ്നിറ്റി ഉള്ള ഒരു അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണം നടത്താൻ ഇവരെ പോലുള്ള പദ്ധതി ഇട്ടു എന്നുള്ള വാർത്തകൾ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇയാളുടെ ഈ നബിയുടെ അമ്മയുമായി വെള്ളിയാഴ്ചയാണ് അവസാനം ഈ ഉമർ നബി സംസാരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ തന്നെ ഇനി ഫോൺ വിളിക്കരുത് എന്നുള്ള കാര്യം ഉമ്മയോട് ഉമർ നബി പറയുന്നത്. അതിനുശേഷം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ഇന്നലെ രാത്രി ഒരു സ്ഫോടനം നടത്തുകയാണ്. എന്തായാലും നിലവിൽ ഇയാളുടെ ബന്ധുക്കളടക്കം 10ഓളം പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് കാറുമായി ബന്ധപ്പെട്ട്, കാർ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് തേടുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇത്തരം കാറുകൾ വ്യാജ രേഖകൾ ചമച്ച് വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം NIAയുടെ തരത്തിൽ അന്വേഷണം നടക്കുകയാണ്. രാജ്യത്ത് എവിടെയൊക്കെയാണ്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, പഴയ കാറുകൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. വലിയ വ്യാപകമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് 9:30 പ്രധാനമന്ത്രി അമിത്ഷായുമായി വെച്ചിരുന്ന കൂടിക്കാഴ്ച 11 മണിയിലേക്ക് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മാറ്റിയിരിക്കുന്നത്. 11 മണിക്ക് നടക്കുന്ന ഈ യോഗം നിർണായകമാണ്. കാരണം ആ യോഗത്തിൽ പങ്കെടുക്കുന്ന അവർ വളരെ പ്രധാനികളാണ്. ഒന്ന് ആഭ്യന്തരമന്ത്രി ഒക്കൊപ്പം ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് NIAയുടെ DG പങ്കെടുക്കുന്നുണ്ട്, ഡയറക്ടർ ജനറൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാനമാണ്. കാരണം ഇത്തരം ഒരു ഭീകരാക്രമ സംശയമുള്ള കേസിൽ NIAയുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊന്നുള്ളത്, ജമ്മു കാശ്മീരിലെ DGP കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. കാരണം നിലവിൽ ജമ്മു കാശ്മീർ സ്വദേശികൾ, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഇവർക്കൊക്കെ ജമ്മു കാശ്മീരാണ്, പുൽവാമയാണ് ഇവരുടെ സ്വദേശം. അപ്പോൾ ഇതിൽ നേരത്തെ തന്നെ ജമ്മു കാശ്മീർ ബന്ധങ്ങൾ സംശയിച്ചിരുന്നതാണ്. ഇന്നലെ ഈ കാറിൻ്റെ പോലും നീക്കങ്ങളടക്കം ആ തരത്തിൽ വിലയിരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ജമ്മു കാശ്മീർ DGPയെ കൂടി പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായി മാറുകയാണ്. 11 മണിക്ക് ഇത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. പ്രധാനമന്ത്രി കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. MG മിഥുൻ കൂടിയാണ്. മിഥുൻ,
ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ആദ്യം ഒരു അപകടം എന്നതാണ് പൊതുവിൽ ധരിച്ചിരുന്നത്. അങ്ങനെയാണ് സൂചനകളും ഉണ്ടായിരുന്നത്. സർക്കാർ വൃത്തങ്ങളും അത്തരം സൂചനകൾ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, ഒന്ന്, ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരുന്നു. 8 എന്നത് ഔദ്യോഗിക സ്ഥിരീകരണം, മരണസംഖ്യ ആണെങ്കിൽ കൂടിയും അത് ഉയരാനാണ് സാധ്യത. കാരണം വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലുള്ളവർ ഇപ്പോഴും ആശുപത്രികളിലുണ്ട്. ഒപ്പമാണ് ഇതിൻ്റെ മറ്റു ഗൂഢാലോചനകളിലേക്കും വരുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ പിടിയിലായ സംഭവമുണ്ട്. അങ്ങനെ രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു സ്ഫോടനത്തിന് അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്ന സൂചനകൾ അന്വേഷണ ഏജൻസികൾക്കുണ്ടായിരുന്നു എന്ന അത് ചില കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിക്കാതായ ചില വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ആ ജാഗ്രതകൾക്കിടയിലുമാണ് ഇത്തരമൊരു അപകടം, ഒരു സ്ഫോടനം അവിടെ ഉണ്ടായത് എന്നാണ് സംഭവം. ഇന്നലെ ഇത് ഉണ്ടായതിനു ശേഷം രാജ്യമൊട്ടാകെ തന്നെ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലും കണ്ടതാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലടക്കം സമാനമായ ജാഗ്രത ഉണ്ടായത്. എന്താണ് രാജ്യത്തിൽ പൊതുവേ ഉണ്ടായിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം? ഇന്നലെ വൈകിട്ടുണ്ടായ ആ സാഹചര്യം പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണോ? ആൾക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ നിരീക്ഷണം ഇപ്പോഴും ഉണ്ടോ? സജിത്ത്, തീർച്ചയായും അത്തരത്തിൽ രാജ്യതലസ്ഥാനത്തടക്കം സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള ഇടത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ ഇങ്ങനെയൊരു അക്രമ പരമ്പര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്, ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ സമയത്ത് പോലും ഈ മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിരവധി തവണ ഈ ചെങ്കോട്ടയ്ക്ക് സമീപമൊക്കെ മുൻകാലങ്ങളിൽ സമാനമായ രീതിയിലുള്ളൊരു സ്ഫോടനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു ശാന്തത ഈ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. പിന്നീടൊക്കെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ ടെക്നോളജിയുടെയൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ കയറി വന്ന ഒരു ആക്രമണം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എങ്ങനെ ഈ രീതിയിലൊരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ തേടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാർ അവിടെ മണിക്കൂറുകളോളം ഈ സ്റ്റേഷന് സമീപം, ലാൽക്കില മെട്രോ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്നു. അതൊക്കെ എന്തുകൊണ്ട് ഈ സുരക്ഷാ സംവിധാന ഭാഗമായി അവിടെ അന്വേഷണം നടത്താൻ സാധിച്ചില്ല എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും അതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഈ ഉമർ നബി എന്ന ഒരു മുഖ്യ ആസൂത്രകൻ, അതായത് ഒരു ഡോക്ടറാണ് അദ്ദേഹം. അയാൾ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു അക്രമ പരമ്പര ആസൂത്രണം ചെയ്തതായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് ചെങ്കോട്ട തന്നെയായിരുന്നു. അവിടെ ഈ ആക്രമണം നടത്താൻ പിന്നീട് പെട്ടെന്ന് തയ്യാറാവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഒരു ഗൂഢാലോചന കൃത്യമായി നടത്തിയിരിക്കുന്നു. ആ ഗൂഢാലോചന നടന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അനന്തനാഗ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവർ ഒരുമിച്ച് നടത്തുന്നത്. അതായത് ഈ ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഉമർ നബി ഈ അനന്തനാഗ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നതായിരുന്നു. ഒപ്പം തന്നെ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള വ്യക്തി ഡോക്ടർ, ഒപ്പം തന്നെ UP യിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ അനന്തനാഗ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇവരൊക്കെ ഒരേ സമയം ഒരു കാലഘട്ടത്തിൽ അവിടെ ജോലി നോക്കിയിരുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.